ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി വളരെ ശക്തിയോടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന, വാദിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ പല ഗ്രൂപ്പുകളിലായി സജീവമായി നിൽക്കുന്നത് കാണുന്നുണ്ട്. എത്രയോ മെസ്സേജുകൾ, പ്രതികരണങ്ങൾ, തർക്കുത്തരങ്ങൾ, തർക്കങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ വാട്സാപ്പിലെ ഈ മെസ്സേജ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ അഭിപ്രായം ഓരോരുത്തർ പറയും, അതിനെ ഏറ്റുപിടിച്ച് പിന്നെ കുറേ എതിരഭിപ്രായം പറയും, അല്ലെങ്കിൽ അനുകൂലിച്ച് പറയും. എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ എത്ര തവണയായിട്ട് എൻ്റെ വീഡിയോകളിലൊക്കെ ചോദിക്കുന്നു, ഈ വാട്സാപ്പിൽ കൂടിയുള്ള ഈ ചർച്ച കൊണ്ടും പോര് കൊണ്ടും പാര കൊണ്ടും ഒരു കാര്യവുമില്ല. വല്ലതും ചെയ്യണമെങ്കിൽ നമ്മൾ രംഗത്തിറങ്ങണം. എങ്ങനെയാണ് ഈ ഇവിടുത്തെ കുർബാനയെല്ലാം തടസ്സപ്പെടുത്തിയതും അലങ്കോലമായതും? എതിരാളികൾ, വിമതർ രംഗത്തിറങ്ങിയത് കൊണ്ടല്ലേ. അവരെ മുട്ടുമടക്കണമെങ്കിൽ, അവരെ നമ്മുടെ പരിധിക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളും രംഗത്തിറങ്ങണം. ഈ ഫോണിൽ കൂടി ചുമ്മാ ഇരുന്നുകൊണ്ടൊരു കാര്യമില്ല. യൂട്യൂബ് വീഡിയോ കൊണ്ട്, എൻ്റെ യൂട്യൂബ് വീഡിയോ കൊണ്ട് വലിയ കാര്യം പോലും ഇല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കുറേ ആളുകൾക്കൊക്കെ കുറേ കമൻ്റ് ഇടാനും പ്രതികരിക്കാനും മാത്രമേ ഇത് അവസരമാകുന്നുള്ളൂ. ആക്ഷൻ വേണം. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ അത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആർക്കും മനസ്സിലായിട്ടില്ല. ആരും വേണ്ടതുപോലെ പ്രതികരിച്ചിട്ടുമില്ല. 2022 ഡിസംബർ 23 കലാപം തുടങ്ങിയെങ്കിൽ ഈ 2025 ഡിസംബർ 23 ആ കലാപം അവസാനിപ്പിക്കണമെങ്കിൽ എറണാകുളത്തെ എല്ലാ പള്ളികളിലും സഭാവിരുദ്ധ കുർബാന, ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട കുർബാന, വിമത കുർബാന ഓരോ പള്ളിയിലും തടയാൻ ഒരു 15-20 പേര് മതി. ഒരക്രമം വേണ്ട. ഉദയം പേരൂർ കാണിച്ചതുപോലെ ആൾക്കാരെ ഉന്തി മറിക്കേണ്ട, ഭേമ തള്ളിക്കൊണ്ട് പോകേണ്ട, ഒന്നും വേണ്ട. ഈ കുർബാന സഭ അനുവദിച്ചിട്ടില്ല, ഇത് പാടില്ല, ഈ ആൾക്കാർ 2 കുർബാന പാടില്ല എന്ന് വിമത കുർബാന നടക്കുമ്പോൾ പള്ളിയിൽ ബഹളം വെക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ടാണ്? പലർക്കും അതിനൊരു മടി കാണും. എന്തുകൊണ്ടാണ് അത് ചോദിക്കേണ്ടത്? അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. മറ്റേത് നിഷിദ്ധമാണെന്ന് സഭ വിലക്കിയതാണ്. അത് ചെല്ലുന്നവർ അതോടുകൂടി തന്നെ പള്ളിക്ക് പുറത്താവും, സഭയ്ക്ക് പുറത്താവുമെന്ന് വരെ പ്രഖ്യാപിച്ചതാണ്. നമുക്ക് അവകാശപ്പെട്ടത് ചോദിച്ച് മേടിക്കാൻ പള്ളിക്കകത്ത് കുർബാന തടസ്സപ്പെടുത്തുന്നത് ദൈവനിന്ദയൊന്നും ആകില്ല. തൻ്റെ ഇടമുണ്ടോ? വല്ലതും ചെയ്യണമെങ്കിൽ ഈ ഡിസംബർ 23 നിർണായക ദിവസം. നിങ്ങൾ തയ്യാറുണ്ടോ? എല്ലാ ഇടവുകളിൽ നിന്നുള്ള ആളുകൾ ഈ പല ഗ്രൂപ്പുകളിൽ കാണും. ഓരോ പള്ളിയിലും 10 പേര് മതി. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ വളരെ നല്ലത്. കാരണം സ്ത്രീകളുടെ നേരെ ഏറ്റുമുട്ടാൻ ആരും വരത്തില്ല. ഉന്താനും തള്ളാനും പിടിക്കാനും പറ്റില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി, ഈ കുർബാന ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല, സഭ അനുവദിച്ച കുർബാന തന്നെ വേണം, ഇത് ഞങ്ങളുടെ പള്ളിയാണ് എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം വേണം. ആരെങ്കിലും ഉണ്ടോ? ഞാനിനി ഇതൊന്നും ഈ വാട്സാപ്പിലൊന്നും ഇത് പറയുന്നില്ല. എനിക്ക് ഇതുകൊണ്ടൊരു കാര്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ഗ്രൂപ്പിലും ഏതാണ്ട് സീറോ മലബാർ വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2-3 ഗ്രൂപ്പുണ്ട്. പിന്നെ വൈക്കം, പിന്നെ കിഴക്കമ്പലം, ഇങ്ങനെ സിനഡ്, ഗ്ലോബൽ കാത്തലിക്, എല്ലാത്തിനകത്ത് ഇത് തന്നെ തൊഴിൽ. ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് തൻ്റെ ഇടമുണ്ടെങ്കിൽ രംഗത്തിറങ്ങണം. പള്ളിയിൽ തന്നെ അത് കാണിക്കണം. പറ്റുമോ? പള്ളിയിലെ പരിപാടികളിൽ മാറ്റം വരണമെങ്കിൽ, വിമത സർവാധിപത്യത്തിന് അവസാനം വരുത്തണമെങ്കിൽ ചുമ്മാ വാട്സാപ്പിലല്ല നടക്കേണ്ടത്, ഫോണിലല്ല നടക്കേണ്ടത്, പള്ളിക്കുള്ളിൽ തന്നെയാണ് നടക്കേണ്ടത്. വിമത കുർബാന, ഏകീകൃത കുർബാന നടന്നപ്പോൾ തടസ്സപ്പെടുത്തിയെങ്കിൽ അന്നേരം പള്ളികൾ അടഞ്ഞു കിടന്നെങ്കിൽ, വിമത കുർബാന തടയുമ്പം പള്ളികൾ അടഞ്ഞു കിടക്കും. പള്ളികൾ അടച്ചിടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പള്ളികൾ അടഞ്ഞു കിടക്കുന്നത് വഴി, എല്ലാ പള്ളികളും അടഞ്ഞു കിടന്നാൽ വിശ്വാസികൾ കുറച്ചുകൂടെ ഉണരും. പള്ളികൾ തുറക്കേണ്ടത് എങ്ങനെ ആലോചന വരും. അവസാനം ഏകീകൃത കുർബാന മാത്രമേ നടക്കൂ എന്ന് വരുമ്പോൾ മുട്ടുമടക്കും. ഇതാണ് സമരം.